2026 സാഹചര്യത്തിൽ ഓരോ വാഹനത്തിന്റെയും ലാഭക്ഷമത നിങ്ങൾ ഓരോ മാസവും എത്ര കിലോമീറ്റർ യാത്ര ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഏത് തരം കാറുകളാണ് ലാഭകരമായിട്ടുള്ളത്? ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ EV നിത്യേനയുള്ള ലാഭത്തിന് ഓടാനുള്ള ചിലവ് കിലോമീറ്ററിന് ഏകദേശം 1.10 രൂപ 1.50 രൂപ മാത്രം വീട്ടിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ. ഏറ്റവും അനുയോജ്യം നഗരങ്ങളിൽ ദിവസേന കൂടുതൽ ദൂരം മാസം 1200 മീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്യുന്നവർക്ക്. ഗുണങ്ങൾ: സർവീസ് ചിലവ് വളരെ കുറവാണ്, പരിസ്ഥിതി സൗഹൃദവുമാണ്. 2. പെട്രോൾ കാറുകൾ എല്ലാവർക്കും അനുയോജ്യം. വാങ്ങാനുള്ള ചിലവ്: തുടക്കത്തിൽ കാർ വാങ്ങാൻ ഏറ്റവും കുറഞ്ഞ തുക മതിയാകും. ഓടാനുള്ള ചിലവ് കിലോമീറ്ററിന് 6.50 രൂപ 7.50 രൂപ. ഇന്ധനത്തിന് കൂടുതൽ തുക നൽകേണ്ടി വരും. ഏറ്റവും അനുയോജ്യം കുറഞ്ഞ ദൂരം മാത്രം മാസം 800 മീറ്ററിൽ താഴെ യാത്ര ചെയ്യുന്നവർക്ക്. 3. ഡീസൽ കാറുകൾ ദീർഘദൂര യാത്രക്കാർക്ക്. ഓടാനുള്ള ചിലവ് കിലോമീറ്ററിന് 4.50 രൂപ 5 രൂപ കൂടെ പേസ്. ഏറ്റവും അനുയോജ്യം സ്ഥിരമായി ദീർഘദൂര യാത്രകൾ മാസം 2000 മീറ്ററിൽ കൂടുതൽ ചെയ്യുന്നവർക്കും ഹൈവേകളിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നവർക്കും. ഗുണങ്ങൾ: നല്ല കരുത്തും ടോർക്ക്, കൂടുതൽ മൈലേജും ലഭിക്കുന്നു. ചുരുക്കത്തിൽ, നിങ്ങൾ മാസം 1200 കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കാറാണ് ഏറ്റവും മികച്ച സാമ്പത്തിക ലാഭം നൽകുന്നത്. യാത്രകൾ വളരെ കുറവാണെങ്കിൽ മാസം 800 മീറ്ററിൽ താഴെ ഒരു പെട്രോൾ കാർ വാങ്ങുന്നതാണ് നല്ലത്. കാരണം ഇലക്ട്രിക് കാർ വാങ്ങാൻ അധികമായി നൽകുന്ന തുക ലാഭിക്കാൻ പെട്രോൾ വണ്ടിക്ക് സാധിക്കും. ലോഡ് കയറ്റിയുള്ള യാത്രകളും സ്ഥിരമായി ദീർഘദൂര ഹൈവേ യാത്രകളും ആണെങ്കിൽ ഡീസൽ തിരഞ്ഞെടുക്കാം.